നേരത്തെ ലാൽ ചൗക്കിൽ നിന്ന് മനോഹരമായ ദൃശ്യങ്ങളാണ് ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും ഒക്കെ തന്നത്. ഇപ്പോൾ ദാൽ തടാകത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ആദിൽ. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ദാലിലേക്ക് ശ്രീനഗറിന്റെ സിഗ്നേച്ചറാണ് നമ്മുടെ ലാൽ ചൗക്ക് പോലെ തന്നെ. ആരും അവിടെ വരാൻ സാധ്യതയില്ല ഇന്നത്തെ പ്രഭാതത്തിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണരുന്നതേ ഉള്ളൂ ദാലിലേക്ക്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയണം ദാലിലേക്കൊക്കെ പഴയ നിലയിലേക്ക് മടങ്ങാൻ. ആ ദാലിലേക്കിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കാം. സംഘർഷമൊഴിഞ്ഞ് ഇങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ് തടാകം മനസ്സുപോലെ. ഉറപ്പായും അത് തന്നെയാണ്. ഒരു വേദനയുടെ കാഴ്ചയാണ്. നിശബ്ദമായി നിശ്ചലമായി കിടക്കുന്നു. സാധാരണഗതിയിൽ ശിഖാരകൾ ചലിച്ച് ശിഖാരകൾ ഒഴുകി നടക്കുന്ന കാഴ്ചയാണ് സാധാരണഗതിയിൽ ഡാൽ ലേക്കിൽ നമ്മൾ കാണാറുള്ളത്. ഈ സമയത്തൊക്കെ ഇവിടുത്തെ മാർക്കറ്റുകൾ, ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളൊക്കെ സജീവമാകുന്ന സമയമാണ്. ആളുകൾ ചായയുമായി ഈ ഡാൽ തടാകത്തിലേക്ക് ബോട്ടുകൾ, ചെറിയ വള്ളങ്ങളിൽ വരുന്നു. ഇതിൽ ശിഖാരകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ചായ നൽകുന്നു, ചെറിയ വിത്തിനങ്ങൾ നൽകുന്നു. അങ്ങനെ പലതരം കച്ചവടങ്ങൾ കൂടി നടക്കുന്ന തടാകമാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അടക്കമുള്ള സജീവമായൊരു തടാകമാണിത് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല, നമുക്കറിയുന്നതാണ്. ആ ഒരു തടാകമാണ് ഇപ്പോൾ വിജനമായി തന്നെ കിടക്കുന്നത് എന്ന് പറയാം. ചില പ്രാദേശികരായ ആളുകൾ, ചില വൃത്തിയാക്കുന്ന ആളുകളൊക്കെ ഈ ഡാൽ ലേക്കിലുണ്ട്. മാത്രമല്ല ഇന്നലെ രാവിലെ 6 മണി സമയത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നതിന് സമാനമായ ഏകദേശം ഒരു സമയത്താണ് ഡാൽ ലേക്കിൽ ഒരു സ്ഫോടനം നടക്കുന്നത്. ഡാൽ ലേക്കിലേക്കൊരു മിസൈലിന് സമാനമായൊരു സ്ഫോടനം നടക്കുന്നു. ഉടൻ തന്നെ അത് ആളുകൾ പെട്ടെന്ന് പോലീസിനെയും സൈന്യത്തെയും അറിയിക്കുന്നു. സൈന്യമൊക്കെ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ഡാൽ ലേക്കിൻ്റെ അടിത്തട്ടിൽ നിന്നും ലോഹ വസ്തുക്കൾ കണ്ടെടുക്കുകയായിരുന്നു. ഒരു മിസൈൽ എന്ന സംശയമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഈ മേഖലയിലാകെ ഉണ്ട് എന്നുള്ളതാണ് കാഴ്ച. ഇപ്പോൾ നമുക്ക് കാണാം, സാധാരണഗതിയിൽ ശിഖാരകളൊക്കെ തുഴഞ്ഞ് ജീവിതം പുലർത്തിയിരുന്നവരാണ് ഇപ്പോൾ മീൻ പിടിച്ചും ഇവിടെയൊക്കെ വെറുതെ വന്നിരുന്നും നിരാശരായിരിക്കുന്ന ഒരു യുവാക്കളെ നമ്മളിവിടെ കാണുകയാണ്. അവരുടെ വാചകങ്ങളിൽ നിരാശയുണ്ട്, അവരുടെ ജീവിതത്തിൽ നിരാശയുണ്ട്, അവരുടെ മുഖത്ത്, കണ്ണിലെല്ലാം നമ്മൾ ആലങ്കാരികമായി പറയും നീരുവറ്റിയ കണ്ണുകളെന്നൊക്കെ. ആ രൂപത്തിൽ തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡാൽ ലേക്ക് അതിസുന്ദരമാണ്, മനോഹരമാണ്. പക്ഷേ ആ മനോഹാരിത ഉണ്ടെങ്കിൽ കൂടി സഞ്ചാരികൾ എത്താത്തതിൻ്റെ നിരാശയിലും ഒരു ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലുമാണ് ഇവിടുത്തെ ശിഖാരകൾ കിടക്കുന്നത്. ഒരു ശിഖാര പോലും ഇവിടുന്ന് ഇന്നേ ദിവസം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ശിഖാരകൾ കൂട്ടമായി കിടക്കുന്നത് കാണാം. ഒരു വശത്ത് ഹൗസ് ബോട്ടുകൾ കാണാം. അവിടെയൊക്കെ ആളുകൾ വരുന്നതാണ്. സാധാരണഗതിയിൽ സീസണാണ്. വലിയ കൂട്ടമായ ആളുകൾ എത്തുകയും ഈ സമയത്തൊക്കെ സജീവമായി മാറേണ്ട സ്ഥലമാണ് ഡാൽ ലേക്ക് എന്നുള്ളതാണ്. ഡാൽ ലേക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശുഭാപ്തി വിശ്വാസമാണ് ആകെയുള്ളത്. ഇവിടുത്തുകാർക്കും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഒരു വെടിനിർത്തൽ ലംഘനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നും നാളെയുമൊക്കെ കൂടുതൽ സജീവമാകുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഏതായാലും ഇതൊക്കെ മാറും എന്ന പ്രതീക്ഷയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായ കാഴ്ചയാണ്. ഗംഭീര കാഴ്ചകളാണ്. അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒന്ന് പോകണം. കാര്യങ്ങളൊക്കെ സമാധാനത്തിന്റെ പാതയിലേക്ക് വരുമ്പോൾ ഈ കാലവും കടന്നു പോകും പ്രിയപ്പെട്ട കൂട്ടരെന്നാണ്.